ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് എന്നെ വെച്ച ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും വേണ്ടിയിട്ടാവില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഈ റെക്കോർഡിംഗ് ചെയ്യണ സമയത്ത് എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ ഇട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാമില്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതും അല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ചാനലിൻ്റെ മെമ്പർ ആവാൻ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എങ്ങനെയായിരിക്കും ഒക്ടോബർ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താണ് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഡെക്കിന് നമ്മൾക്ക് 3 കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജ്. ആദ്യത്തെ കാർഡ് ഇവിടെ ടോറസിന് വേണ്ടിയിട്ട് ബുൾ. ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ, ഷോ സ്ട്രെങ്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ എന്തോ ചാലഞ്ചസ് ഉണ്ടാവും ഒക്ടോബർ മാസത്തിൽ. യൂണിവേഴ്സ് നിങ്ങളോട് അതിനെ ഫൈറ്റ് ചെയ്യാനാണ് പറയണത്. ഗിവ് അപ്പ് ചെയ്യണ്ട, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ മെസ്സേജ് പറയണത്. ഇവിടെ സെക്കൻഡ് കാർഡ് ലാഡറാണ്, ക്ലൈംബിങ് ടുവേർഡ്സ് സക്സസ്. അപ്പോൾ നിങ്ങൾ ചെയ്യണത് അതിലൊക്കെ സക്സസ് ഉണ്ടാവും ഒക്ടോബർ മാസത്തിൽ. ആൻഡ് തേർഡ് കാർഡ് ഇവിടെ ബൊക്കെ, കോംപ്ലിമെൻറ്റ്സ് ഫ്രം എൻ അഡ്മയറർ. അപ്പോൾ ആരോ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറേ കോംപ്ലിമെൻറ്റ്സ് വരും ഈ മാസം. കുറേ ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ 3 കാർഡ്സ് ഇവിടെ നമ്മൾക്ക് വെച്ചിട്ട് നിങ്ങളുടെ ടാരോ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഒക്ടോബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 8 ഓഫ് വാൻസ് ഉണ്ട്. നിങ്ങളുടെ കറണ്ട് എനർജി ഒക്ടോബർ മാസത്തിൻ്റെ 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ, ഹിഡൻ ഫാക്ടറിൽ പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ടോറസ്, ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം കുറേ ട്രാവൽഡ് എനർജി കാണാണ്ട്, കുറേ പാഷൻ്റെ എനർജി കാണാണ്ട്, ഇൻകൺസിസ്റ്റൻ്റ് എനർജിയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ല ഈ മാസം. കുറേ ഒരു തീരുമാനം എടുക്കാത്ത മാതിരി ഒരു എനർജിയാണ് ഇത്. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു എനർജി കൊണ്ടുവരണു. ഇതൊരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പേഴ്സൺ ആണ് ഇത്. ചില സമയത്ത് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, ചിലപ്പോൾ അവർ പിന്നെ കുറേ സമയം വരെ മെസ്സേജ് ചെയ്യില്ല. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് വേറെ ഒരു പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഡിസെപ്ഷൻ്റെ എനർജി ഉണ്ട്, ചതിയുടെ എനർജി ഉണ്ട്. ഇവരെന്തോ നിങ്ങളോട് ഒളിപ്പിക്കണ എനർജി ഉണ്ട്. ചില സമയത്ത് ഇതൊരു അഫെയറിൻ്റെ എനർജി ആവാം. ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണാണ്ട്. പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തോ അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ലാത്ത എനർജി കാണാണ്ട്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസ് കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്, മുമ്പോട്ട് പോണ എനർജിയാണ്. അപ്പോൾ ഇത് ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ കുറേ സക്സസ് ഉണ്ട്, പക്ഷെ കുറേ കോമ്പറ്റീഷനുമുണ്ട്, കുറേ വഴക്കുണ്ട്. റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഇവിടെ ഒരു
സെപ്പറേഷൻ ഉണ്ട്, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി കാണാണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഒട്ടും ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ അത്ര ആയിട്ടില്ല, സമയം ആയിട്ടില്ല. മേ ബി ഇത് ലാസ്റ്റ് മന്തിൽ അതിൻ്റെ മുമ്പത്തെ മാസത്തിൽ ഉണ്ടായ സംഭവമായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടില്ല. എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കുറേ ഡിസപ്പോയിൻറ്റ് ചെയ്തിരിക്കണു പാസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ കുറേ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കണത്. 6 of Wands ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കുറേ അറ്റൻഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അഡ്മയറർ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആവും, എന്താ വേണ്ടേ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ആരെയും മീറ്റ് ചെയ്യാൻ. ഇല്ല വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഇവിടെ ജോലിയുടെ കാര്യം ആൻഡ് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ. കുറേ ഇൻവിറ്റേഷൻസ് വരും, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങൾ മൊത്തം ഒരു ബോർഡായ എനർജിയിലാണ്. ഓക്കെ, 7 of Pentacles ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾ എന്തോ വെയിറ്റ് ആണ് ചെയ്യണത്, എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യണോ, ഒരു പേഴ്സണിനെ വെയിറ്റ് ചെയ്യായിരിക്കും. ഇതെന്താ 7 of Pentacles. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്, മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ അല്ല. പക്ഷേ നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാണോ അല്ലേ എന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് തന്നെ ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് ഒരു ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ക്ലാരിറ്റി ഇല്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറേ പേടിച്ചാണ് ഇരിക്കണത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു റോങ് ഡിസിഷൻ ഇപ്പോൾ എടുക്കണം എന്നില്ല. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. അതും അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാനുള്ള ധൈര്യമില്ല. ആ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ടഫ് ഡിസിഷൻ എടുക്കാനുള്ള സമയമായിരിക്കണു. ഈ സിറ്റുവേഷനെ ഒരു വേറെ രീതിയിൽ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല ഈ സിറ്റുവേഷനിൽ. പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഒന്നുമില്ല ഈ സിറ്റുവേഷനിൽ. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ വെച്ചിരിക്കണേ? ഇവിടെ നിങ്ങൾക്ക് ആ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ 2 of Swords ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ഈ പേഴ്സണെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതല്ല വെച്ചാൽ ഒരു ഇമോഷണൽ അത് നിങ്ങളുടെ ഒരു ഇമോഷണൽ ഡിസിഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഡിസിഷൻ സൈഡ് എന്താ നിങ്ങളോട് പറയണത്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഈ കാര്യത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, ഒരു വലിയ മാറ്റം, നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ? അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യണം, ഹീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവുള്ളൂ. ഇല്ല വെച്ചാൽ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിലാണ്. പറഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ടും പോകുന്നില്ല, ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ ഇവിടെ നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ പേഴ്സണാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണു. യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സണെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാസ്റ്റിൻ്റെ ബാഗേജിനെ ലെറ്റ് ഗോ ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സണ്ണാണ്, ലിയോ എനർജി. അപ്പോൾ ഇവിടെ കുറേ ബ്രൈറ്റ് പോസിറ്റീവ് ഔട്ട്കമാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് ഉണ്ട് വെച്ചാൽ അതൊക്കെ കാർമിക് ജസ്റ്റിസ് ആണ് ഞാൻ കാണുന്നത്. ആ പേഴ്സൺ നിങ്ങളെ ചതച്ചു വെച്ചാൽ അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടും. ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. കുറേ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഒരു ആൻഡ് ഇത് ഉണ്ടാവാൻ പോണത് അത്ര ഇപ്പോൾ സമയം എടുക്കില്ല, ഒക്ടോബർ മാസത്തിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ കുറേ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഇപ്പോൾ.
നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ ഡിസപ്പോയിൻറ്റ്മെൻറ്റിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പേ ഈ പാസ്റ്റിൻ്റെ സിറ്റുവേഷനെ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലാഡർ സക്സസ് എന്ന് വന്നിരിക്കണേ. എന്താ വെച്ചാൽ നിങ്ങൾ പോണത് സക്സസ്സിലേക്കാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുന്നുണ്ട്, ഒരു അഡ്മയറർ, ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ പേഴ്സണും വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ മൂന്നാമത്തെ കാർഡ് നമ്മൾ കണ്ടത് ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചില ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ചൊരു ബോർഡായിട്ടാണ് ഇരിക്കണത്, ഡിസിൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കണത്. പുതിയ ആൾക്കാർ വരുമ്പോഴും നിങ്ങൾ അവരൊക്കെ റിജക്റ്റ് ചെയ്യണു. അപ്പോൾ യൂണിവേഴ്സ് പറയണത് അത് ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സമയം വേണം മൂവ് ഓൺ ചെയ്യാൻ വെച്ചാൽ ആ സമയം എടുത്തിട്ട് കുറച്ച് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് മതി ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക. പക്ഷേ ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിങ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കമൻറ്റ് ചെയ്ത് ഇതെങ്ങനെ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.